വെൽക്കം ടു റിയാറ. വട്ടയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ വട്ടയപ്പം ഉണ്ടാക്കാൻ ചോദിച്ചത് കൊണ്ടാണ്. നമുക്കിനി വട്ടയപ്പത്തിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വട്ടയപ്പത്തിന് ആവശ്യമുള്ള ചേരുവകൾ ഞാനിവിടെ 3 ഗ്ലാസ് അപ്പത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പഞ്ചസാര, ഈസ്റ്റ്, ഉപ്പ്, 2 വെളുത്തുള്ളി, 5 ജീരകം, പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 3 കപ്പ് അപ്പത്തിൻ്റെ പൊടിയെടുത്ത് നമുക്കിനി കപ്പി കാച്ചാനായിട്ട് മാറ്റി വെക്കണം. അതിനു മുമ്പായിട്ട് നമുക്ക് പാത്രം റെഡിയാക്കി വെക്കാം. നമുക്കിനി ഇതിലോട്ട് ഞാൻ ഒരു കയ്യിലാണ് എടുക്കുന്നത്. ഒരു കയ്യിൽ അപ്പത്തിൻ്റെ പൊടി കപ്പി കാച്ചാനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അതിലോട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കിനി നന്നായിട്ട് വെള്ളവും അപ്പത്തിൻ്റെ പൊടിയും നന്നായിട്ട് കൂടി യോജിപ്പിക്കാം. ഞാനിപ്പോൾ നേരിയ ഫ്ലെയിമിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടപ്പത്ത് വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെറിയ തീയിലായിരിക്കണം നമ്മൾ കപ്പി കാച്ചാനായിട്ട് വെക്കേണ്ടത്. എന്നിട്ട് ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മളത് കട്ട പിടിച്ച് പോകും. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാകുകയും ഒന്ന് കട്ടയായി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നന്നായിട്ട് ഒരു കുറുക്ക് പരുവത്തിലായിട്ട് വേണം നമുക്ക് കപ്പ കാച്ചി വെക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈഡിൽ തന്നെ അല്ലെങ്കിൽ ഒരു വശത്ത് തന്നെ ഇളക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ പാത്രത്തിലേക്ക് പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒരു സൈഡിലോട്ടാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സ്ഥലവും നന്നായിട്ട് വെന്ത് കിട്ടും. ഏകദേശം ഇത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങയുണ്ട്. തേങ്ങ നമുക്ക് അടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ഏലക്ക, 2 വെളുത്തുള്ളി, പഞ്ചസാര. വെളുത്തുള്ളി ഞാനിടുന്നത് കാരണം തേങ്ങ ഇടുന്നതുകൊണ്ട് എനിക്ക് നെഞ്ചിരിച്ചിലുണ്ടാവാറുണ്ട്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേണ്ടവർക്കിടാം, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. ചിലപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഒരു ടേസ്റ്റും കിട്ടാറുണ്ട്. നമ്മളിട്ട് വച്ചിരിക്കുന്ന തേങ്ങയും പഞ്ചസാരയും വെളുത്തുള്ളിയും ഏലക്കയും കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ അടിച്ചു കഴിഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി അത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 3 കപ്പ് അപ്പപ്പൊടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പപ്പൊടി ഇല്ലാത്തവർക്ക് പച്ചരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് പച്ചരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് അപ്പപ്പൊടിയിൽ ചെയ്യുന്നത്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അടിച്ചു വെച്ച് കൊണ്ടുവന്ന ആ തേങ്ങയും ഇതെല്ലാം നമ്മൾ അപ്പപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ഈസ്റ്റും ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി തേങ്ങ അടിക്കുന്ന കൂട്ടത്തിൽ ഈസ്റ്റും ഇട്ട് അടിക്കാം. ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇടാനായിട്ടാണ് ചെയ്യാറുള്ളത്. അതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഒത്തിരി വെള്ളം ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ട് ഒത്തിരി കുറുകിയതുമല്ല, എങ്കിൽ ഒത്തിരി ലൂസുമായിട്ട് പാടില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന കപ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട്
ഇതും അടിച്ചു വച്ചിരിക്കുന്ന തേങ്ങയും അപ്പപ്പൊടിയും തമ്മിൽ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. നമുക്കിപ്പോൾ ഏകദേശം നന്നായിട്ട് കൂട്ടി യോജിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ആവശ്യത്തിനുള്ള പരുവത്തിൽ ആവശ്യത്തിനുള്ള ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നത് നോക്കി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് ഒത്തിരി വെള്ളമായി പോകരുത്. ഇപ്പം ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അടിച്ച് തിരിച്ചു വന്നു. നമുക്കിനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്കിപ്പോൾ കാണാം ബാറ്റർ ഏകദേശം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഒത്തിരി കട്ടിയുമല്ല എങ്കിലോ ഒത്തിരി ലൂസുമല്ലാത്ത രീതിയിൽ. നമുക്കിത് ഏകദേശം ഒരു 6 മണിക്കൂർ മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഏലക്കയുടെ മണവും പഞ്ചസാരയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് കൃത്യമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിനി അടപ്പത്തോട്ട് വെക്കാം. ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയൊരു പാത്രമാണ്. ഈ പാത്രം വിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ അപ്പം നന്നായിട്ട് വിട്ടു പോരാനായിട്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ ഞാൻ നെയ്യാണ് ഇട്ടിട്ടേക്കുന്നത്. നെയ്യിട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തോട്ടും ഒന്ന് തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം നന്നായിട്ട് എല്ലാ സ്ഥലത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്ത് ഞാൻ പാത്രത്തിലോട്ട് വെക്കുകയാണെങ്കിൽ അത് താഴെ പോകും. അതുകൊണ്ടാണ് ഞാൻ പാത്രം വെച്ചിട്ട് അതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രത്തിൻ്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗമായിട്ടുണ്ട്. നമുക്കിനി അത് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ, ചെറുതല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി തുറന്ന് നോക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. ഞാനിപ്പോൾ പാത്രത്തിലോട്ട് അപ്പം വെച്ചിട്ടുണ്ട്. ആ ബാറ്റർ നമ്മൾ നെയ്യ് തേച്ചത് കൊണ്ട് നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം.